പാർട്ടിക്കുള്ളിൽ വിമർശനം ഉയരുന്നതിനിടെ ക്രിസ്ത്യൻ ഔട്ട്റീച്ചിനെ പിന്തുണച്ച് ബി.ജെ.പി. സംസ്ഥാന ജനറൽ സെക്രട്ടറി എം.ടി. രമേശ്. ക്രിസ്ത്യൻ ഔട്ട്റീച്ച് തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടുള്ള പരിപാടിയല്ല, ദീർഘകാല പദ്ധതിയാണ്. പദ്ധതിയുടെ ഭാഗമായി ക്രിസ്ത്യൻ മേഖലകളിൽ വലിയ മുന്നേറ്റമുണ്ടാകുമെന്നും എം.ടി. രമേശ് പറഞ്ഞു. അല്ല, ഈ ഔട്ട്റീച്ച് പ്രവർത്തനം എന്നുള്ളത് കേവലം ഒരു തെരഞ്ഞെടുപ്പിനെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളതല്ല. അതൊരു ദീർഘകാല പദ്ധതിയാണ്. കേരളത്തിന്റെ പ്രത്യേക സാഹചര്യത്തിൽ ക്രിസ്ത്യൻ മുസ്ലിം സമൂഹത്തിനിടയ്ക്ക് ബി.ജെ.പിയെ കുറിച്ച് വലിയ തെറ്റിദ്ധാരണയുണ്ട്. അത് നീക്കുക, അവരെ കൂടി ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ള ദീർഘകാലമായൊരു പദ്ധതിയുടെ ഭാഗമാണ് ഔട്ട്റീച്ച് പ്രവർത്തനങ്ങളെല്ലാം ഞങ്ങൾ സംഘടിപ്പിക്കുന്നത്. ക്രിസ്ത്യൻ സമൂഹത്തിന് ഭൂരിപക്ഷമുള്ള മണ്ഡലങ്ങളെല്ലാം ഞങ്ങൾക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ സാധിക്കുമെന്നുള്ള ഒരു ആത്മവിശ്വാസം ഞങ്ങൾക്കുണ്ട്. വി എസ് രഞ്ജിത്തുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. വി എസ് രഞ്ജിത്ത്, FCRA ഒക്കെ വന്ന് മണിപ്പൂരിലെ വിഷയങ്ങൾ വന്ന് കന്യാസ്ത്രീകൾക്കെതിരെയുള്ള മറ്റ് സംസ്ഥാനങ്ങളിലെ അതിക്രമങ്ങളൊക്കെ വന്ന് കേരളത്തിൽ ഈ ഏകദേശം പൊളിഞ്ഞു പാളീസായിട്ടിരിക്കുകയാണ് ക്രിസ്ത്യൻ ഔട്ട്റീച്ച് പരിപാടി. അത് വീണ്ടും പുനരുജ്ജീവിപ്പിക്കാനാണോ ബി.ജെ.പിയുടെ നീക്കം? വി എസ് രഞ്ജിത്ത്. ഡോക്ടർ, അത് മാത്രമല്ല, ബി.ജെ.പിക്കുള്ളിൽ തന്നെ ഈ ക്രിസ്ത്യൻ ഔട്ട്റീച്ചിനെതിരെ വലിയ വിമർശനമുണ്ട്. ക്രിസ്ത്യൻ ഔട്ട്റീച്ചിന് വേണ്ടി പ്രത്യേക പദ്ധതി തയ്യാറാക്കുന്നു. ഷോൺ ജോർജിനെ പോലെ ഒരു മുതിർന്ന നേതാവിനെ അതിന് ചുമതലപ്പെടുത്തുന്നു. അവർ തന്നെ ബിഷപ്പുമാരുമായിട്ട് കൊമ്പുകോർക്കുന്നു. ഇങ്ങനെയൊക്കെ ഉള്ള ക്രിസ്ത്യൻ ഔട്ട്റീച്ച് പോലും ഇല്ലാതാവുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് പ്രത്യേക പദ്ധതി ഒന്നും വേണ്ട, ബി.ജെ.പിയുടെ സബ്കാ സാത്ത് സബ്കാ വികാസ് അത് തന്നെ, അങ്ങനെ ഒരു പ്രീണനത്തിലേക്ക് പോകുന്ന മട്ടിൽ വേണ്ട എന്നുള്ള രീതിയിലൊരു വിമർശനം പല കോണുകളിൽ നിന്ന് ഉയർന്നിരുന്നു. പ്രത്യേകിച്ച് സംഘപരിവാർ സംഘടനകളിൽ നിന്നും TP സെൻകുമാറിനെ പോലെ സംഘപരിവാർ സഹയാത്രികരിൽ നിന്നൊക്കെ വിമർശനം ഉയർന്നിരുന്നു. പാർട്ടിക്കുള്ളിൽ തന്നെ ഒരു വിഭാഗത്തിന് അങ്ങനെ ഒരു ആക്ഷേപമുണ്ട്. കാരണം ക്രിസ്ത്യൻ ഔട്ട്റീച്ചിന് വേണ്ടി പോകുമ്പോൾ ഭൂരിപക്ഷത്തിന്റെ വോട്ട് നഷ്ടപ്പെടുന്നു എന്നൊരു അഭിപ്രായം പാർട്ടിക്കുള്ളിൽ തന്നെയുണ്ട്. ഈ ഘട്ടത്തിലാണ് എം.ടി. രമേശ് കുറച്ചുകൂടി കൃത്യമായി പറയുന്നത്, ക്രിസ്ത്യൻ ഔട്ട്റീച്ച് പദ്ധതി പാർട്ടി ഉപേക്ഷിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ക്രിസ്ത്യൻ ഔട്ട്റീച്ച് എന്ന് പറയുന്നത് ഒരു ദീർഘകാല പദ്ധതിയാണ്. അതിലൂടെ ക്രിസ്ത്യൻ മേഖലകളിൽ വലിയ തോതിലുള്ള സ്വാധീനം ഉണ്ടാക്കാൻ പാർട്ടിക്ക് ഇപ്പോൾ സാധിക്കുന്നുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ അതിന്റെ സ്വാധീനം കാണിക്കും. അതുകൊണ്ട് ആ പദ്ധതിയുമായി മുന്നോട്ട് പോകും എന്നാണ് പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി എന്ന രീതിയിൽ എം.ടി. രമേശ് സൂചിപ്പിക്കുന്നത്. ഓക്കെ, താങ്ക് യു. വി എസ് രഞ്ജിത്താണ് വിവരങ്ങൾ നൽകിയത്. ഈ അരമനയിലേക്ക് കേക്കുമായിട്ട് പോയിട്ടേ കാര്യമായിട്ട് വോട്ടൊന്നും പെട്ടി പിന്നെ ലോക്സഭയ്ക്ക് ശേഷം വീണില്ല. അതുകൊണ്ട് ഇതിനെക്കുറിച്ച് ഇനി പരിഗണിക്കേണ്ടതുണ്ടോ എന്നുള്ളതാണ് ചില നേതാക്കൾ പറഞ്ഞത്. ഇപ്പോൾ സംസ്ഥാന ജനറൽ സെക്രട്ടറി എം.ടി. രമേശ് പറയുന്നത് ക്രിസ്ത്യൻ ഔട്ട്റീച്ച് പ്രോഗ്രാം ഒരു ദീർഘകാല പ്രോജക്റ്റാണ് എന്നാണ്. ഒരു ദീർഘകാല പ്രോജക്റ്റുകൾ ഉണ്ടെങ്കിലേ കേരളത്തിൽ ബി.ജെ.പിക്ക് ക്ലച്ച് പിടിക്കാൻ പറ്റത്തുള്ളൂ. എന്നാലും ഈ തെരഞ്ഞെടുപ്പ് വളരെ നിർണായകമാണ്. 13% എന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നിന്ന് ഒരു 15 മുതൽ 20% ബി.ജെ.പിക്ക് വോട്ട് ഷെയർ ഉയർത്താൻ കഴിഞ്ഞില്ലെങ്കിൽ അത് ഈ തെരഞ്ഞെടുപ്പിൽ ഒരേ സമയം തന്നെ സംസ്ഥാന നേതൃത്വത്തിന് തിരിച്ചടിയാവും. പദ്ധതികളെല്ലാം പാളുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ കേന്ദ്ര നേതൃത്വത്തിനും തിരിച്ചടിയാവും.